പാലക്കാട് വാണിയംകുളത്ത് നിന്ന് കാണാതായ മൂന്നംഗ കുടുംബം കർണാടക ബോർഡറിലേക്ക് സഞ്ചരിക്കുന്നതിന്റെ നിർണായക CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. കർണാടകയിലേക്ക് പ്രവേശിക്കുമ്പോൾ ബാബു ഭാസ്കറും ഭാര്യയും മകനും വാഹനത്തിൽ ഉണ്ടായിരുന്നുവെന്ന് പോലീസ് പറയുകയാണ്. എന്നാൽ അതേ വാഹനത്തിൽ പിന്നീട് ബാബു ഭാസ്കറിന്റെ മകൻ വിഷ്ണു ഒറ്റയ്ക്ക് കേരളത്തിലേക്ക് തിരിച്ചെത്തുന്നു. 3 പേരെയും കാണാതായിട്ട് 6 ദിവസം പിന്നിടുകയാണ്. ദൃശ്യങ്ങളിലേക്കാണ്. ഇക്ബാൽ അറക്കലുണ്ട്. ഇക്ബാൽ, ദൃശ്യങ്ങൾ കാണുകയാണ്. അടിമുടി ദുരൂഹതയാണ്. ഇവർ എവിടെ പോയി? മൂന്നംഗ കുടുംബമാണ്. ഇപ്പോൾ ഒരാഴ്ച അടുക്കുന്നു. പോലീസിന് CCTV ദൃശ്യങ്ങൾ, പല തെളിവുകളുമൊക്കെ ലഭിക്കുന്നുണ്ട്. എന്നിട്ടും എന്തുകൊണ്ടാണ് ഇവരെ കണ്ടെത്താൻ സാധിക്കാത്തത്? ഷിഹാസ്, 6 ദിവസമായി ഈ പാലക്കാട് വാണിയംകുളത്ത് നിന്ന് കാണാതായ ഈ മൂന്നംഗ കുടുംബത്തിന് വേണ്ടി പോലീസ് തിരച്ചിൽ നടത്തുന്നു. പക്ഷേ ഇവർ എവിടെയാണ് എന്നുള്ളത് ഇതുവരെയും ഷൊർണൂർ പോലീസിന് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. പക്ഷേ ചില നിർണായക വിവരങ്ങൾ ഇവരുമായി ബന്ധപ്പെട്ടുള്ളത് പോലീസ് സംഘത്തിന് ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട്. ഈ ബാബു ഭാസ്കറും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഭാര്യ രമാദേവിയും മകൻ വിഷ്ണുവും ഇക്കഴിഞ്ഞ 9-ാം തീയതിയാണ് പാലക്കാട് വാണിയംകുളം പനിയൂർ വീട്ടിൽ നിന്നും അവരുടെ ഒരു ബൊലേറോ പിക്കപ്പ് വാഹനത്തിൽ നിന്ന് വീട്ടിൽ നിന്നും പോകുന്നത്. ഇവർ ചില അയൽവാസികളോട് പറയുന്നത് കോട്ടയത്ത് ഒരു വിവാഹത്തിൽ പങ്കെടുക്കാൻ പോകുന്നു എന്നുള്ളതാണ്. ചിലരോട് പറയുന്നത് ക്ഷേത്ര ദർശനത്തിനാണെന്നുള്ളതാണ്. പക്ഷേ ഇവരുടെ ബന്ധുക്കൾ ഇവരെ ഫോണിൽ വിളിച്ചപ്പോൾ ലഭിക്കാതെ വന്നതോടുകൂടി നാട്ടുകാരുമായി ബന്ധപ്പെടുകയും പിന്നാലെയാണ് ഇവർ കാണാതായി എന്നുള്ള കാര്യം തിരിച്ചറിയുന്നത്. ഏതായാലും പിന്നാലെ ഷൊർണൂർ പോലീസിൽ പരാതി നൽകി. നിലവിൽ ഷൊർണൂർ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ബാബു ഭാസ്കറിന്റെ ഭാര്യയും മകനും ഇക്കഴിഞ്ഞ 9-ാം തീയതി, അതായത് ഇവരെ കാണാതായ ദിവസം വൈകിട്ടോടുകൂടി കർണാടകയിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട്. അതിന്റെ CCTV ദൃശ്യങ്ങൾ ഇപ്പോൾ ഷൊർണൂർ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ആ CCTV ദൃശ്യങ്ങളിൽ വ്യക്തമായിട്ടുള്ളത് 3 പേരും ഈ ബൊലേറോ പിക്കപ്പ് വാഹനത്തിൽ കർണാടകയിലേക്ക് പ്രവേശിക്കുന്നതാണ്. പക്ഷേ പിന്നീട് അല്പസമയം കഴിഞ്ഞ് ഈ വാഹനം തിരിച്ച് കേരളത്തിലേക്ക് തന്നെ വരുന്നുണ്ട്. പക്ഷേ ആ സമയത്ത് ഈ വാഹനത്തിൽ ഉണ്ടായിരുന്നത് ബാബു ഭാസ്കറിന്റെ മകൻ വിഷ്ണു മാത്രമാണ്. ബാബു ഭാസ്കറോ ഭാര്യ രമാദേവിയോ ആ വാഹനത്തിൽ ഉണ്ടായിരുന്നില്ല. ഈ വാഹനം മലപ്പുറം വഴിക്കടവ് ചുരത്തിൽ വന്ന് നിൽക്കുകയും വിഷ്ണു ഈ വാഹനം നിർത്തി അവിടെ നിന്ന് പിന്നീട് പോവുകയും ചെയ്തിട്ടുണ്ട്. വിഷ്ണു എങ്ങോട്ട് പോയി, അതുപോലെ തന്നെ ബാബു ഭാസ്കറും രമാദേവിയും കർണാടകയിൽ എവിടെയാണ്, എന്തിനാണ് ഇവർ മാറി നിൽക്കുന്നത് എന്നുള്ള കാര്യം ഇപ്പോഴും വ്യക്തമായിട്ടില്ല. ഏതായാലും ഷൊർണൂർ പോലീസിന്റെ നേതൃത്വത്തിൽ വ്യാപകമായ അന്വേഷണം തുടരുകയാണ്. പ്രത്യേക അന്വേഷണ സംഘത്തിന് ഈ മൂന്നംഗ കുടുംബത്തെ കണ്ടെത്തുന്നതിന് വേണ്ടി നിയോഗിക്കുകയും ചെയ്തിട്ടുണ്ട്. വ്യാപകമായിട്ടുള്ള തിരച്ചിൽ നടത്തി എത്രയും പെട്ടെന്ന് ഈ കുടുംബത്തെ തിരികെ കൊണ്ടുവരാനുള്ള നീക്കത്തിലാണ് ഷിഹാസ് പോലീസ് സംഘമുള്ളത്. ശരി ഇക്ബാൽ, അപ്പോൾ ആ മൂന്നംഗ കുടുംബത്തിന്റെ തൊട്ടു പിന്നാലെ തന്നെ പോലീസുമുണ്ട്. എത്രയും വേഗം അവരെ കണ്ടെത്താൻ സാധിക്കട്ടെ.